ഹായ് എവ്രിവൺ, ലിൻഡോ ജോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും. നമ്മൾ കുറേ പേർക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ യൂട്യൂബ് ചാനലിലെ കംപ്ലീറ്റ് വീഡിയോസും സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും ഒക്കെ നമുക്ക് മിസ്സായിപ്പോയി. പിന്നീട് നമ്മൾ വീണ്ടും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത പല ആളുകളും വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, വീണ്ടും വീഡിയോസ് കാണാനായിട്ട് തുടങ്ങി. ഇപ്പോഴും നമ്മുടെ പഴയ ചാനലിൻ്റെ ആ സബ്സ്ക്രൈബേഴ്സ് എണ്ണത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോഴും ഹാപ്പിയാണ്, കാരണം സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. അപ്പോൾ കുറേ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടു ലാംഗ്വേജ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന സീരീസും അതുപോലെ ഇംഗ്ലീഷ് ലേണിംഗ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് റീഷൂട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ലാംഗ്വേജ് എറ്റിക്കറ്റ് സീരീസ് വീണ്ടും ഒന്നുകൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇനി വേറൊരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മളപ്പോൾ ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാംഗ്വേജ് എറ്റിക്കറ്റ് സീരീസ് ആണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ലാംഗ്വേജ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന വാക്ക് ഒത്തിരി തവണ മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. എന്താണ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മാനേഴ്സ് എന്നാണ്, മര്യാദകൾ എന്നാണ്. പലതരത്തിലുള്ള എറ്റിക്കറ്റ്സ് ഉണ്ട്. ടേബിൾ എറ്റിക്കറ്റ്സ്, ടെലിഫോണിക് എറ്റിക്കറ്റ്, ക്ലാസ് റൂം എറ്റിക്കറ്റ്. വളരെ സിമ്പിളാണ്. മാനേഴ്സ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എല്ലാ അർത്ഥം. ക്ലാസ് റൂമിൽ എങ്ങനെ പെരുമാറണം, ഒരു ഡൈനിങ് ടേബിളിൽ എങ്ങനെ പെരുമാറണം, ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ പെരുമാറണം. ഇതുപോലെ തന്നെ ഭാഷകൾക്കും എറ്റിക്കറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എറ്റിക്കറ്റ് എന്ന് വിളിക്കുക. ലോകത്തിലെ എല്ലാ ഭാഷകളും നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാ ഭാഷകൾക്കും ഈ പറഞ്ഞ മര്യാദകളുണ്ട്. പക്ഷേ ഈ മര്യാദകളെല്ലാം നേരെ ചൊവ്വെ കീപ്പപ്പ് ചെയ്യുന്ന, ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മലയാള ഭാഷ തന്നെ എടുത്തോളൂ. മലയാള ഭാഷ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷയാണ്, അതിലൊരു സംശയം ആർക്കും വേണ്ട. പക്ഷെ പലപ്പോഴും നമ്മൾ മലയാള ഭാഷയിൽ പോലും വേണ്ടത്ര മര്യാദകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരുടെയെങ്കിലും കാലിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുക സോറി എന്നാണ്. പലപ്പോഴും നമ്മൾ താങ്കൾ ദയവായി ക്ഷമിക്കണമെന്നോ നമ്മൾ പറയാറില്ല. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കായിട്ടുള്ള വേർഡായിട്ടുള്ള സോറിയാണ് ഉടനെ നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്, ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് തരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറയുക താങ്ക് യു എന്നാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ താങ്കൾക്ക് നന്ദി എന്നോ താങ്കൾ ഇത് തന്നതിന് താങ്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊന്നും നമ്മൾ പറയില്ല. പകരം നമ്മൾ പറയും താങ്ക് യു എന്ന്. താങ്ക് യു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വായിൽ നിന്ന് വരേണ്ട വാക്ക് എന്ന് പറയുന്നത് വെൽക്കം എന്നുള്ള വാക്കാണ്, അല്ലേ? പകരം ഞാനൊരിക്കലും പറയില്ല താങ്കൾക്ക് സ്വാഗതം അല്ലെങ്കിൽ താങ്കളുടെ നന്ദി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊന്നും പറയില്ല. ഒറ്റ വാക്കിൽ നമ്മൾ പരിപാടി അവസാനിപ്പിക്കും, വെൽക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണ് ലാംഗ്വേജ് എറ്റിക്കറ്റ് ഏറ്റവും മനോഹരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഭാഷയെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇംഗ്ലീഷ് ലാഡറിൻ്റെ ലേണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ ചൊവ്വെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഭാഷ നേരെ ചൊവ്വെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല മാനേഴ്സ് പറഞ്ഞു തരിക, അതിൻ്റെ മാനേഴ്സ് നിങ്ങളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കാരണം ഇംഗ്ലീഷ് ലാഡറിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആരും മോശമായിട്ട് പോകരുതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമുക്കൊന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മാനേഴ്സിലേക്ക് കിടക്കാം. ആദ്യം ഈ സീരീസിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഷിങ്സുകളെ കുറിച്ചിട്ടാണ്, ഗ്രീറ്റിങ്സുകളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരാളെ നേരെ ചൊവ്വെ ഗ്രീറ്റ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും ജോലി സ്ഥലങ്ങളിലായാലും നമ്മൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജുകൾ വിദ്യാലയങ്ങളിലായാലും നേരെ ചൊവ്വെ നമ്മുടെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, വീട്ടിലുള്ളവരൊന്നും നമ്മൾ വിഷ് ചെയ്യാറില്ല. പലപ്പോഴും ഒരു ഹായ് ഹലോയിലാണ് ഇത് പലപ്പോഴും അവസാനിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് തുടങ്ങി നമ്മളൊന്ന് നേരെ ചൊവ്വെ വിഷ് ചെയ്യാനായിട്ട് പഠിക്കാം. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനോട് വേണം നമ്മൾ ആദ്യമായിട്ട് വിഷിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട് നല്ല വൃത്തിക്ക് ഗുഡ് മോർണിംഗ് പറയാനായിട്ട് നമ്മൾ ഇന്ന് തുടങ്ങി പരിശീലിക്കണം. ഓക്കെ? അപ്പോൾ നല്ല ഭംഗിയിൽ ഗുഡ് മോർണിംഗ് എന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊരു വിഷ് കൊടുക്കുമ്പോണ്ടല്ലോ അവരുടെ മനസ്സ് നിറയും. ഇതെൻ്റെ ഗ്യാരണ്ടി കേട്ടോ.
നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് വിഷ് ചെയ്ത് വയ്ക്കും. രാവിലെ വരുമ്പോൾ ഗുഡ് മോർണിംഗ്. അവരൊരു നെഗറ്റീവ് മൂഡിലാണെങ്കിൽ പോലും നമ്മുടെ ചിരിയും നമ്മുടെ വിഷും കാണുമ്പോൾ തന്നെ അവരുടെ മൂഡ് അങ്ങ് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ രാവിലെയുള്ള വിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രസന്നത, അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി, ദാറ്റ്സ് സംതിങ് ഹ്യൂജ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു വല്ലാത്ത പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ വിഷിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർനൂണിൽ വളരെ മനോഹരമായിട്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ലഞ്ചിൻ്റെ സമയത്ത് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്ന് വിഷ് ചെയ്ത് പരിശീലിക്കണം. നമ്മൾ ഒന്ന് ഈവനിങ്ങിലൊക്കെ ഏതെങ്കിലും ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് ഈവനിങ് എന്ന് വൃത്തിക്ക് പറയണം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മക്കളോടൊക്കെ ഒരു ഗുഡ് നൈറ്റ്സും ഒക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ തന്നെ പോകാനായിട്ട്. പക്ഷേ ഈ ഗുഡ് മോർണിംഗിലും ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ്ങിലും മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്. ഒപ്പം നമ്മൾ കുറച്ചും കൂടി മനോഹരമായിട്ട് വിഷ് ചെയ്യാനായിട്ട് പഠിക്കണം. ഗുഡ് മോർണിംഗിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്ട്രക്ചർ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ വിഷിങ് കുറച്ചും കൂടി മനോഹരമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഗുഡ് മോർണിംഗിൻ്റെ കൂടെ നമ്മൾ പറയുകയാണ് ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗുഡ് മോർണിംഗ്, ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഗുഡ് മോർണിംഗ്, ഹാവ് എൻ എക്സലൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവന് ഒരു വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യും. കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ ഒരു വ്യക്തി നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടും. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ബ്യൂട്ടിഫുൾ ടൈം ഹേർട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ വണ്ടർഫുൾ ടൈം ഹേർട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ നൈസ് ടൈം ഹേർട്ട് എന്നൊക്കെ വിഷ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം. ഇനി നൈറ്റ് ടൈമിലായാൽ ഒന്ന് സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറയുന്നത് കൊണ്ട് എന്താ തെറ്റുള്ളത്? ഒരു വെള്ളിയാഴ്ചയുടെ അവസാനത്തിൽ, ഒരു സാറ്റർഡേയുടെ അവസാനത്തിൽ ഹാവ് എ നൈസ് വീക്കെൻഡ്, ഹാവ് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ്, ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല വീക്കെൻഡ് ആഴ്ചയുടെ അവസാനം ആശംസിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? നമ്മളിതൊക്കെ പരിശീലിക്കാൻ തുടങ്ങണം, നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ളവരിൽ നിന്ന് സ്റ്റൈലിഷായിട്ട് മാറുള്ളൂ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കത്തുള്ളൂ. ഇനി ഒരാൾ നമ്മളോട് വിഷ് ചെയ്യാണ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് നമ്മളോട് വിഷ് ചെയ്യുമ്പോൾ നമ്മുടെ വിഷിങ്ങും ഗുഡ് മോർണിംഗിൽ മാത്രം അവസാനിക്കരുത്. നമ്മളും തിരിച്ച് ഗുഡ് മോർണിംഗ്, യു ടു ഹാവ് എ വണ്ടർഫുൾ ഡേ, യു ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ, യു ടു ഹാവ് എൻ എക്സലൻറ്റ് ഡേ എന്ന് തിരിച്ച് വിഷ് ചെയ്യാനും കൂടെ പഠിക്കണം. അപ്പോൾ ഇന്ന് തുടങ്ങി ലാംഗ്വേജ് ലേണേഴ്സ്, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് ലാഡറിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇന്ന് തുടങ്ങി ഒരു നല്ല വിഷ് സ്റ്റാർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് തുടങ്ങി മറ്റുള്ളവർ ചിന്തിക്കണം എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇവൻ എവിടെ നിന്നോ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് എറ്റിക്കറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രം അവസാനിപ്പിക്കേണ്ട, നമുക്ക് വാട്സാപ്പിലൂടെയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ധൈര്യമായിട്ട് ഞങ്ങളുടെ ലിങ്കിൽ ഞങ്ങൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. ഒപ്പം ഞങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പേജസ് ഉണ്ട്, ധൈര്യമായിട്ട് കയറി ലൈക്ക് ചെയ്തു. അവിടെ നമ്മൾ ഒത്തിരി വീഡിയോസും ഒത്തിരി ഇമേജ് ലേണിംഗ് കണ്ടൻറ്റൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഹാപ്പി ലേണിംഗ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ ബൈ.